യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. ഹാലേലൂയ. കർത്താതി കർത്തവേ ഞങ്ങൾക്ക് സ്തുതിക്കുന്നു. മഹത്വങ്ങളിൽ വസിക്കുന്ന സ്വർഗീയ പിതാവേ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി പിതാവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിനും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തെ എത്ര പേർ സ്തോത്രത്തോടും സ്തുതിയോടും സന്തോഷത്തോടും ദൈവപാദപടത്തിലായിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ 5 മാസക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. പുതിയൊരു മാസത്തിന്റെ ആരംഭത്തെ കാണുവാൻ ആയുസ് തന്ന, ആരോഗ്യം തന്ന, സുഖം തന്ന, ബലം തന്ന, ശക്തി തന്ന ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ നാം ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നു തന്ന് ഹല്ലേലൂയ അതേ നമ്മെ ധൈര്യപ്പെടുത്തി നമ്മെ നടത്തുന്ന ദൈവത്തിന്റെ പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാം. ഈ മാസം ദൈവം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു മാസമാക്കി തീർക്കട്ടെ. ദൈവീയ സമാധാനം, ദൈവീയ വിടുതലും, ദൈവീയ സ്വസ്ഥതയും അനുഭവിച്ചുകൊണ്ട് ആത്മീയ ഭൗതികമായ സകല വിഷയങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വലം കൈ നമുക്ക് വേണ്ടി ചലിക്കുന്ന മാസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടന്നു വരാം. നാളുകളായി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ദൈവം പ്രസിദ്ധമാക്കുന്ന സമയമത്രേ. സ്തോത്രം. 6-ാം മാസം പ്രിയ ദൈവമക്കളെ വിശ്വസിക്കുക. സ്തോത്രം. നാളുകളായിട്ടുള്ള ചില പ്രാർത്ഥനകളുടെ മറുപടികൾ കാണുമായിരിക്കാം. അത് നിന്ദിക്കപ്പെട്ട ചില വിഷയങ്ങൾ കാണുമായിരിക്കാം. ഇനി പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല എന്ന് സ്തോത്രം ചിന്തിക്കുന്ന അനുഭവത്തിലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ ദൈവം പ്രസിദ്ധമാക്കും. സ്തോത്രം. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 36-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. സ്തോത്രം. ഈ ഭാഗം നമുക്ക് ഒത്തിരി സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയ ദൈവ പൈതലേ, അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ, ഈ മാസത്തിൽ ദൈവ ശബ്ദമായി നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. ഈ 6-ാം മാസത്തെ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെടും. ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടതിന്റെ തെളിവുകൾ ദൈവം പ്രസിദ്ധമാക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെ, എലിസബത്ത്, സഖരിയ, ഇവര് ദമ്പതികളുടെ ജീവിതത്തിനകത്ത് ഒരു തലമുറ ഇല്ലാത്ത അനുഭവമാണ്. പക്ഷേ അതിന്റെ 1-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇരുവരും നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. എലിസബത്ത് മച്ചിയാകൊണ്ട് അവൾക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്തു പോകുന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. വാർദ്ധക്യമാണ്, വയസ്സായവരാണ്. എന്നാൽ ഒരു തലമുറ അവർക്കില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലായിരുന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ആ ഭാഗം അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ 36-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്ന, ഇതാ മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. ഹല്ലേലൂയ. അതെ, ചില പേരുകളെ ദൈവം തമ്പുരാൻ മാറ്റും എന്ന് ഈ പ്രഭാതത്തിൽ
പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ലോകം നിങ്ങളെ നോക്കിയിട്ടിരിക്കുന്ന ചില പേരുകൾ കാണുമായിരിക്കാം, ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്ന ചില വാക്കുകൾ കാണുമായിരിക്കാം. അതിനെ തിരുത്തിക്കൊണ്ട് ദൈവപ്രവൃത്തി, ദൈവിക വാക്തത്വങ്ങൾ സ്തോത്രം നിങ്ങളുടെ മേൽ നിറവേറി എന്ന് സ്വർഗത്തിലെ ദൈവം തന്നെ പ്രസിദ്ധമാക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം എന്താ? നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവമത്രേ സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നവരുടെ മേൽ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. പ്രിയ ദൈവ പൈതൽ, ഈ 6-ാം മാസം വളരെ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുക. ദൈവിക വാക്തത്വങ്ങൾ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. ദൈവിക വാക്തത്വങ്ങളുടെ നിറവേറലുകൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ഈ പ്രഭാതത്തിൽ നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോൾ അസാധ്യമായി നിൽക്കുന്ന ഏത് വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതൊക്കെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സാധ്യമാകാൻ പോകിയ സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്ര, സാറയുടെ ശരീരത്തിന്റെ അനുഭവത്തെ അവിടെ വ്യക്തമായി പറയുന്നു. പതിവ് നിന്നുപോയി, പ്രായം കഴിഞ്ഞു, ഒരു പുത്രോൽപാദനത്തിലുള്ള ശക്തി അവരുടെ മേൽ ഇല്ല, വാർദ്ധക്യമാണ് രണ്ടുപേരും. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പുത്രോൽപാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ ദൈവത്താൽ അസാധ്യമായിട്ടത് ഒന്നും ഇല്ല എന്ന് ദൈവം തെളിയിക്കുന്ന മാസമത്രേ സ്തോത്ര. ഹല്ലേലൂയ. ചില മെഡിക്കൽ റിപ്പോർട്ടുകളെ ദൈവം തിരുത്തുവാനായിട്ട് ഇടയായിത്തീരുക. ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ കയ്യിലിരിക്കുമ്പോൾ ചില ദൈവിക വിടുതലുകൾ നടന്നിട്ടും നിനക്ക് പുറത്തു പറയുവാൻ കഴിയാതെ ചില വാക്തത്വങ്ങളുമായി നീ മുന്നോട്ട് നടക്കുമ്പോൾ പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ നടന്ന ദൈവിക വിടുതലുകളെ നീയല്ല പ്രസിദ്ധമാക്കാൻ പോകുന്നത്, സ്വർഗത്തിലെ ദൈവം പ്രസിദ്ധമാക്കാൻ പോകിയ നാളുകളായിട്ടുള്ള നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾ, നാളുകളായിട്ടുള്ള നിന്റെ കണ്ണുനീരിന്റെ മറുപടികൾ, നാളുകളായി നീ അനുഭവിച്ച ചില നിന്നയുടെ മറുപടികൾ എന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്താൻ പോകിയ. ഹല്ലേലൂയ. ഇവിടെ മറിയടുത്ത് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. ഹല്ലേലൂയ. ദൈവം ചിലതിനെ പ്രസിദ്ധമാക്കുവാൻ തീരുമാനിച്ച പ്രിയ ദൈവ പൈതലേ സ്തോത്രം, പിന്നെ ആർക്കും അതിനെ തടയുവാൻ കഴിയില്ല. ചിലരുടെ ഒളിച്ച അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കാൻ പോകിയ സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര, അവൾ ഒളിച്ച് പാർക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ അവിടേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, മറിയെ എത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ ഒരു ശബ്ദത്തെ അവിടെ കേൾപ്പിച്ച് അതേ മറിയോട് പറയുന്ന ഒരു കാര്യമാണ് ഇത്. 6-ാം മാസം. ആർക്കാ? മച്ചി എന്ന് പറഞ്ഞവൾക്ക് ലോകം ഇനി ഒരു തലമുറ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതിയവർക്ക് സ്തോത്രം. നമുക്ക് ആ തിരുവചനത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ നിന്ന് അനുഭവിച്ചു, വേദന അനുഭവിച്ചു. അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞത്, അതേ സ്തോത്രം, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുക യഹോവ എന്നെ കടാക്ഷിച്ച നാളിൽ. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്ന് അനുഭവിച്ചവർ മുന്നോട്ട് പോകുക. പക്ഷേ നിന്നയുടെ മറുപടികൾ, ഹല്ലേലൂയ, നിന്ദിക്കപ്പെട്ടപ്പോഴും പരിഹസിക്കപ്പെട്ടപ്പോഴും ദൈവത്തിന്റെ സന്നിധി ശുശ്രൂഷ ചെയ്യുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ദൈവം മറുപടികളെ പ്രസിദ്ധമാക്കുവാനായിട്ട് ഇടയായിത്തീരുക. ഇന്ന് ലൈവ് വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരു സൈഡ് നോക്കുമ്പോൾ നീ നിന്ദിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ജീവിതത്തിൽ കാണത്തില്ലായിരിക്കാം. ചില രോഗങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടായിരിക്കാം. ചില പ്രശ്നങ്ങൾ നിന്നെ വളരെയധികം സ്തോത്ര വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അത് നോക്കാതെ വേണം കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുമ്പോ ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവിക വിടുതന്നെ നീയല്ല പ്രസിദ്ധമാക്കാൻ പോകുന്നത്, എന്റെ സ്വർഗത്തിലെ ദൈവം അതിനെ പ്രസിദ്ധമാക്കുക. ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ, ഹല്ലേലൂയ, എന്റെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. വിശ്വസിക്കാമോ? ചിലരുടെ നിന്ദകളെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. നിന്ദിക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന നീക്കുവാൻ കടാക്ഷിച്ച നാളിൽ ദൈവം ഇത് ചെയ്തു കൊടുത്തു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അതേ രീതി നോക്കിക്കഴിയുമ്പോ 1-ാം അധ്യായത്തിൽ തന്നെ 26-ാം വാക്യത്തിൽ കാണുന്നു, 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന പട്ടണത്തിൽ എത്തിച്ചു. എന്തിനു വേണ്ടിയാണ് സ്തോത്രം? അസാധ്യങ്ങൾ സാധ്യമാക്കുന്നു എന്ന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു ദൈവിക ശബ്ദവുമായിട്ട് സ്തോത്രം. മറിയടുത്ത് പറയുകയാണ്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന്. അവിടെ ദൈവശബ്ദം കേൾക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്.
അതേ സ്തോത്രം, മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ പുരുഷനെ അറിയുകയാ, ഇത് എങ്ങനെ സംഭവിക്കും എന്ന്. അതിന് ദൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. അതേ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, 6 മാസത്തെ ചിലരുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് വെളിപ്പെടാൻ പോകുക. ചില അസാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കാൻ പോകുന്നുവെന്ന്. നിന്റെ ജീവിതത്തിനകത്ത് ചില അസാധ്യങ്ങൾ സാധ്യമാക്കി തീർത്ത് പരിശുദ്ധാത്മ നിന്റെ മേൽ വരാൻ പോകുന്നുവെന്നുള്ള ഒരു ദൈവിക ശബ്ദങ്ങളുടെ ഹല്ലേലൂയ മുഴക്കങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടേണ്ടതിനായിട്ട് 6 മാസത്തിനകത്ത് ചില വിസിറ്റിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ. അതും പറഞ്ഞതിന് ശേഷം ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ മറിയെ ധൈര്യപ്പെടുത്തുവാൻ, അതേ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് വായിച്ചത്. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6 മാസം. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒന്നുമില്ലല്ലോ. അതേ സാറയുടെ വാർദ്ധക്യത്തില് അതേ വാഗ്ദത്തത്തെ ഉരുവാക്കി കൊടുത്തതായ ദൈവം. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു വാർദ്ധക്യമാണ്, മച്ചിയാണെന്ന് തിരുവചനത്തിൽ കാണുന്നു. അപ്പോ നാളുകളായിട്ടുള്ള അനുഭവങ്ങൾ കാണുമായിരിക്കും, വർഷം പറഞ്ഞിട്ടില്ല എങ്കിലാ. പ്രിയതേ മക്കളെ, 25 വർഷത്തിന്റെ ഒരു കാലയളവ് അബ്രഹാമിന്റെ സാറയുടെ ജീവിതത്തിനകത്ത് ഉണ്ടായിരുന്ന ദൈവീയ വാഗ്ദത്തത്തെ നിറവേറ്റി കൊടുത്തു. ഇവിടെ കാണുന്നു ഇവരും വാർദ്ധക്യത്തിലാണ്. സ്തോത്രം. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിറവേറുക, ദൈവിക പദ്ധതികൾ നിന്റെ മേൽ നിറവേറുക. നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. സ്തോത്രം. ഹല്ലേലൂയ. നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, അതേ സ്തോത്രം, നാം കർത്താവിനെ ആശ്രയിച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വർഷങ്ങളായിട്ടുള്ള ചില പ്രാർത്ഥനയുടെ മറുപടികൾ ഹല്ലേലൂയ ഇനി ലഭിക്കത്തില്ല, ഇനി ഒരു വിടുതലില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ഈ 6 മാസം ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറും. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. സ്തോത്രം. അതേ മരിച്ചതിനെ ഉയർപ്പിച്ചതായ ആ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. പ്രിയ ദൈവ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോ ചില നിർജീവത്വങ്ങൾ മാറുവാനായിട്ട് ഇടയത്തീരാ, ചില അസത്യങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. മറിയത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. അത് ഈ ലോകത്തിലെ ഡോക്ടർമാർ എഴുതി തരുന്ന മരുന്നിനേക്കാൾ പവറുള്ള സ്തോത്ര, അതേ സ്തോത്രം, ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ ഒന്നും അസാധ്യമായി നിൽക്കുകയല്ല. വാർദ്ധക്യമായിക്കൊള്ളട്ടെ, അതേ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിക്കൊള്ളട്ടെ, നിന്റെ സർട്ടിഫിക്കറ്റിന്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞതായിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ പറയട്ടെ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്ത, നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ നിഴലിടുവാൻ തുടങ്ങിക്കഴിഞ്ഞ, അതേ സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുന്ന ഒന്നത്രേ ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ ശക്തി വന്നു കഴിഞ്ഞാൽ നിന്നെ ഒതുക്കുവാനായിട്ട് കഴിയത്തില്ല, നീ പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കാമോ? സ്തോത്രം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും മറുപടി ദൈവം വെളിപ്പെടുത്താൻ പോക്കിയ. സ്തോത്രം. അതേ സ്തോത്രം. എലിസബത്ത് താൻ ഗർഭിണിയാണെന്നറിഞ്ഞു താൻ മാറി ഇരിക്കുമ്പോ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിന്റെ ദൂതന്മാർ എടുത്തു പറയുന്നു, അതായി മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6 മാസം. അതേ സ്തോത്രം. മാസത്തിന്റെ തെളിവ് വരെ പറഞ്ഞ് ദൈവിക വിട് തന്നെ പ്രസിദ്ധമാക്കി തീർത്തുവെങ്കിൽ ഈ പ്രഭാതത്തിൽ പറയട്ടെ, നിന്നെ ഒതുക്കുന്ന ഒത്തിരി മേഖലകൾ കാണുമായിരിക്കാം, എന്നാലും നീ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ പരിശുദ്ധാത്മ വെളിപ്പെടുത്താം. നീ ഒത്തിരി കരഞ്ഞില്ലേ, ഒത്തിരി വേദനിച്ചില്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ട് കർത്താവ് ഒരു സൈഡ് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അപമാനവും നിന്റെ ജീവിതത്തിനകത്ത് കേൾക്കുമ്പോഴാ, അതേ സ്തോത്ര കർത്താവിന് വേണ്ടി നീ നിൽക്കുമ്പോ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാറ്റുന്ന
ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്ന് നീ തലകുനിച്ച് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോ നീ അതിൽ സന്തോഷിക്കത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതാ നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുമ്പോൾ 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൂതൻ അവനോട് പറഞ്ഞത്, സെഖരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വെളിപ്പെടുന്ന സമയമത്രേ. അത് ദൈവം പ്രസിദ്ധമാക്കുന്ന പകൽക്കാലമെന്ന് വിശ്വസിക്കുക. സ്തോത്ര പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ദൈവവചനത്തെ ഹല്ലേലൂയ നമായം ചേർക്കാതെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോ, അതേ ഞാൻ പറഞ്ഞല്ലോ, 6-ാം മാസത്തെ ഗബ്രിയ ദൂതന്റെ വിസിറ്റിംഗ് മറിയയുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതേ 6 മാസത്തിനകത്ത് നടന്ന ചില വിടുതന്നെ മറിയോട് പറഞ്ഞ് പ്രസിദ്ധമാക്കുന്ന ദൈവത്തിന്റെ ദൂതൻ. ഹല്ലേലൂയ. അതേ ചിലരുടെ മേൽ ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് നടക്കാൻ പോക്കിയ നിന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനായി, നിന്നെ ധൈര്യപ്പെടുത്തേണ്ടതിനായിട്ട്, ഹല്ലേലൂയ, ഒരു ദൈവ ശബ്ദം, ഹല്ലേലൂയ, ഇടിമുഴക്കത്തോടു കൂടി സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിന്റെ കാതുകൾക്ക് ബലം നിൽക്കുന്ന, നിന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, ഹല്ലേലൂയ, ചില ദൈവിക ശബ്ദങ്ങൾ യേശുവിന്റെ നാമത്തിൽ 6-ാം മാസത്തിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകിയ പ്രിയതേ മക്കളെ, സ്തോത്രം. അതേ സ്തോത്ര 6-ാം മാസം നാം വെറുതെ എന്ന് വിടരുത്. ഹല്ലേലൂയ. സ്തോത്ര. അതേ ദൈവിക വാഗ്ദത്തങ്ങൾ നീ കേൾക്കുന്ന ടൈം അത്രേ. ദൈവിക വാഗ്ദത്തങ്ങൾ ചിലരുടെ മേൽ നിറവേറിയെന്ന് ദൈവം നിന്റെ കാതുകളിൽ ദൈവം പ്രസിദ്ധി, നിന്റെ കാതുകളിൽ ദൈവ ശബ്ദം കേൾപ്പിച്ച് ഉറപ്പിക്കുന്ന ടൈം അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മൈതലേ, സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ആർക്കും മറച്ചു വെക്കുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്രം. ദൈവം ഒരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവം അത് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എലിസബത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ദൂതൻ തന്നെ പറയുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ലോകം പറഞ്ഞ പേരുകളെ തിരുത്തുന്ന ഒരു മാസമത്രേ. അത് തിരുത്തുന്ന ഒരു മാസമത്രേ 6-ാം മാസം. ദൈവം നിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെന്ന് ദൈവം വെളിപ്പെടുത്തുന്ന സമയമത്രേ. നീ പ്രസിദ്ധമാക്കാൻ നിൽക്കണ്ട, നീ മറ്റുള്ളവരോട് പറയാൻ നിൽക്കണ്ട. നിന്റെ മേൽ അയച്ച വിടുതലുകൾ, നിന്റെ മേൽ അയച്ച ദൈവപ്രവൃത്തികളെ എന്റെ സ്വർഗത്തിലെ ദൈവം തന്നെ ചിലരുടെ മുമ്പാകെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിരും. ദേശങ്ങൾ, രാജ്യങ്ങൾ, പട്ടണങ്ങൾ അറിയത്തക്ക രീതിയിൽ ചില ദൈവ പ്രവൃത്തികളെ ദൈവം പ്രസിദ്ധമാക്കാൻ പോകിയ ചില വിടുതലുകൾ നടന്നിട്ടും നീ ഒളിച്ചും പാന്നും പതിയിരിക്കുമ്പോ, ഹല്ലേലൂയ, ഈ പകൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, 6-ാം മാസം, ഹല്ലേലൂയ, ചില മറകൾ മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മ ചിലരെ പുറത്തെടുക്കാൻ പോകിയ. കാരണം നീ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. മാസത്തിന്റെ ആരംഭത്തിൽ വാഗ്ദത്തം കേൾപ്പിച്ച് ചിലതിനെ ഉറപ്പിക്കേണ്ടതിനായിട്ട് ഒളിച്ചു താമസിക്കുന്ന ചിലതിനെ ദൈവിക വിടുതൽ പ്രാപിച്ചിട്ട് അകത്തളത്തിലിരിക്കുന്ന ചിലതിനെ പരിശുദ്ധാത്മാവിന് പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ. കാരണം എന്താ? അതേ സ്തോത്രം, മറിയെ ഉറപ്പിക്കണം. 6-ാം മാസത്തെ ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് നടക്കുന്നത്. ആ 6-ാം മാസത്തെ മറിയെ ഒന്ന് ഉറപ്പിക്കണമെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, 6 മാസത്തിനു മുമ്പേ വിടുതൽ നടന്ന അതേ സ്തോത്രം ചില നിന്ദകളെ മാറ്റി വാർദ്ധക്യത്തിൽ ദൈവത്താൽ സാധ്യമായി തീർന്ന ചില വിടുതലിനെ പറ്റി മറിയോട് പറയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ പ്രഭാതത്തെ 2 ദൂതുമായിട്ട് കണക്ട് ചെയ്ത് പറയട്ടെ. ചിലരുടെ മേൽ കൊടുക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിനായിട്ട് 6 മാസത്തിനു മുമ്പായി നിന്റെ മേൽ ദൈവം ചില വിടുതലുകൾ അയച്ചിട്ടുണ്ട്. ആ വിടുതലുകളെ എന്റെ ദൈവം പ്രസിദ്ധമാക്കാൻ പോകിയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഇനി മറച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ അതേ മറമാറ്റി പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാൻ പോകിയ. ഹല്ലേലൂയ. 6-ാം മാസത്തെ ഒരു വിസിറ്റിംഗ് ഉണ്ട്. 6-ാം മാസത്തെ ഒരു വിസിറ്റിംഗ് ഉണ്ട്. എന്തേ? നിന്നോടുള്ള ദൈവിക ശബ്ദം കേൾപ്പിക്കാൻ. അതിന്റെ തെളിവ്, അത് നടക്കും എന്നതിനുള്ള തെളിവ്, അതേ സ്തോത്രം, മറ്റ് ചിലരുടെ മേൽ ദൈവം അയച്ച വിടുതന്നെ നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തി തരാൻ പോകിയ, നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ പോകിയ. ഞാൻ വെറുതെയല്ല പറഞ്ഞത്, എന്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന്. ഹല്ലേലൂയ.
അങ്ങനെയൊക്കെ ഈ 6-ാം മാസത്തിന്റെ പ്രഭാതത്തിലും പ്രിയ ദൈവപൈതലെ വിശ്വസിക്ക. 6-ാം മാസം നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുന്ന മാസമത്രേ. ഹല്ലേലൂയ. ഉരുവാകും ചിലതൊക്കെ ഉളവായി വരും. സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീര. നിന്നെ കണ്ടതായ ദൈവം, നിന്നെ വിളിച്ചതായ ദൈവം എന്ന് നീ തല കുനിച്ച് നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. എന്ന് നീ നിന്ദിക്കപ്പെട്ട് നടക്കുവാനായിട്ട് ഇടയാക്കില്ല. ചില ഭവനങ്ങളുടെ മേൽ കിടക്കുന്ന ചില നിന്നയുടെ അനുഭവങ്ങളെ അതേ സ്തോത്ര പരിശുദ്ധാത്മ ഉരുട്ടി മാറ്റുകയാ. ചില ഗിൽഗാലിന്റെ അനുഭവങ്ങളെ മാറ്റിയിട്ട് ഈ 6-ാം മാസം ഹല്ലേലൂയ നിന്റെ ഭവനത്തിന്റെ തല ഉയർത്തുവാത്തക്ക രീതി ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം ആ ഭവനത്തിന്റെ കൂടാരത്തിനകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാ. സ്തോത്രം. ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് 6-ാം മാസം നടക്കും. നിങ്ങളുടെ മേൽ വെളിപ്പെടും ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ്. നിങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് വെളിപ്പെടാം. നിങ്ങൾ ആയിരിക്കുന്ന ജോലി മേഖലകളിലെ ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് വെളിപ്പെടും. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ വിശ്വസിക്ക. ദൈവം വിസിറ്റിംഗ് ചെയ്ത അതേ ഒരു മനുഷ്യൻ നമ്മെ വിസിറ്റിംഗ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശകൾ കടന്നു വരും. പക്ഷേ ദൈവത്തിന്റെ ദൂതൻ ദൈവം വന്ന് നമ്മെ വിസിറ്റിംഗിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. മറിയ ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, കർത്താവ് ഇതെങ്ങനെ നടക്കും? ദൈവത്തിന്റെ ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ നടക്കും? സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. 6-ാം മാസത്തിന്റെ ആരംഭത്തിലും എഴുന്നേറ്റിരുന്നിട്ട് ചോദിക്കുന്നില്ലേ പലതും എങ്ങനെ നടക്കും? വാഗ്ദത്തം കേട്ടു, എങ്ങനെ നടക്കും? പക്ഷെ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും. കേട്ട ദൈവിക സ്വപ്നങ്ങൾ നിറവേറേണ്ടതിനായിട്ട്, കേട്ട ദൈവിക ആലോചനകൾ നിറവേറേണ്ടതിനായിട്ട്, കേട്ട ദൈവിക അരുളപ്പാടുകൾ നിന്റെ മേൽ വെളിപ്പെടേണ്ടതിനായിട്ട് പരിശുദ്ധാത്മ നിന്റെ മേൽ വരും. അത്യുന്നന്റെ ശക്തി നിന്റെ മേൽ നേരിടും. അതേ പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ സ്തോത്രം. ഹല്ലേലൂയ. വാർദ്ധക്യത്തിൽ ആയിരുന്ന സ്തോത്രം എലിസബത്തിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞുരുവായി 6 മാസം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. പ്രിയതേ മക്കളെ, സാഹചര്യങ്ങളൊന്നും മറന്നുകള. കർത്താവിലൊന്നും ബലപ്പെട്. എന്റെ ദൈവത്താൽ സകലതും സാധ്യം. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലതും സാധ്യം. ഡോക്ടർമാർ എന്ത് എഴുതിക്കൊള്ളട്ടെ, അതെ കൂടെ ഇരിക്കുന്നവർ എന്തു തന്നെ പറഞ്ഞുകൊള്ളട്ടെ, കർത്താവിലൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാക്കുമോ? അതേ മറിയ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ മേൽ ഉരുവായി. പ്രിയതേ മക്കളെ, 6-ാം മാസത്തിന്റെ ആരംഭത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ കർത്താവ് ഈ ശബ്ദം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. എന്റെ മേൽ കിടക്കുന്ന അസാധ്യങ്ങൾ സാധ്യമാകട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറട്ടെ. ഞാൻ സാഹചര്യങ്ങളെ നോക്കാതെ വേണം അങ്ങയുടെ വാക്കിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആര് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാക്കുന്നുവോ അവരുടെ മേൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ദൈവിക വാഗ്ദത്തങ്ങൾ ഈ 6-ാം മാസത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കര, അതേ ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര, ആകാശത്തിന്മേൽ ഭൂമിമേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത ദൈവത്തിന്റെ കര, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. നിന്റെ മേൽ ചലിക്ക. തന്റെ മഹാശക്തി കൊണ്ട് ഒരു കിഴക്കൻ കാറ്റിനെ അടുപ്പിച്ച് ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചുകൊണ്ട് ഇസ്രായേൽ ജനതയെ വഴി നടത്തിയ സർവശക്തനായ ദൈവത്തിന്റെ ശക്തി. പ്രിയ ദൈവ പൈതലേ, ഈ 6-ാം മാസത്തിന്റെ ആരംഭത്തിൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോക്കിയ 6-ാം മാസത്തിന് നിന്റെ ജീവിതത്തിനകത്ത് ചില ഉത്ഭവങ്ങൾ ഉണ്ടാകാൻ പോക്കിയ എഴുതി തള്ളിയ ചില വിഷയങ്ങൾ ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന ലിസ്റ്റിന്റെ പേപ്പർ നീ വലിച്ചു കീറി കളഞ്ഞു കാണുമായിരിക്കാം. പക്ഷേ എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തം ഹല്ലേലൂയ നിന്റെ മേൽ നിറവേറാൻ പോക്കിയ, അത് ദൈവം തെളിയിക്കാൻ പോക്കിയ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചലിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. വെറും ഒരു ദൈവ ശബ്ദം കേൾക്കുന്നത് പോലെ കേൾക്കരുത്. ഈ പ്രഭാതത്തിൽ ചില ദൈവ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിൽ ഞാൻ
പറയട്ടെ, ഈ 6-ാം മാസം ദൈവം ചിലത് ചെയ്യാൻ പോക്കിയ, നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോക്കിയ, നിങ്ങളുടെ ലൈഫിനകത്ത് തന്നെ വലിയ വിടുതലുകൾ കല്ലേലിയ പരിശുദ്ധാത്മാവിനെ സംഭവിക്കാൻ പോക്കിയ 6-ാം മാസത്ത് മറിയയുടെ മേൽ ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് വെളിപ്പെട്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നേരിടപെടുമെന്ന് പറഞ്ഞു വെക്ക്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ഈ 6-ാം മാസത്തെ ഹല്ലേലൂയ നിങ്ങളുടെ ഭവനത്തിനകത്തും ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിംഗ് നടക്കാൻ പോകിയ, അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കേണ്ടതിനു വേണ്ടി പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുക. അവിടെ നമുക്ക് തിരുവചനത്തെ അടുത്ത ഭാഗത്ത് വായിച്ച ഭാഗത്ത് കാണുന്നു, നിന്റെ ചോർച്ചക്കാരത്തി എലിസബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. ഞാൻ പറഞ്ഞല്ലോ ആരംഭവാക്യത്തിനകത്ത് സ്തോത്രം ഹല്ലേലൂയ. അതേ സ്തോത്രം 7-ാം വാക്യത്തിൽ 1:7 പറയുന്നുണ്ട്, എലിസബത്ത് മച്ചിയാക്ക കൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു, ഇരുവരും വയസ്സ് ചെന്നു എന്ന് തിരുവചനത്തിൽ കാണുന്നു. അങ്ങനെയെങ്കിൽ ആ 1-ാം അധ്യായം തീരുന്നതിന് മുമ്പായി തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം എന്ന് പറഞ്ഞതുപോലെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ 6-ാം മാസത്തിന്റെ ആരംഭത്തിൽ നീ കേൾക്കുന്ന ദൈവ ശബ്ദം ഈ മാസം തീരുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ നിറവേറ്റി തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ആര് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നു? പ്രിയ കുഞ്ഞെ, നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ദൈവസ്ഥനെ സറണ്ടർ ചെയ്യുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്റെ ദൈവീയ പേരുകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ലോകമിട്ട പേരിനെ ദൈവം മാറ്റിക്കളഞ്ഞിട്ട് പറഞ്ഞു 6-ാം മാസം ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ നാമത്തെ അതേ സ്തോത്രം ലോകമിട്ട ചില പേരുകളെ തിരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ടു എന്ന് പരിശുദ്ധാത്മാവ് തന്നെ അതേ ചിലരുടെ മേൽ വെളിപ്പെടുത്തുന്ന സമയമത്രേ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ദൂതന എലിസബത്ത് അല്ല പറഞ്ഞത് എനിക്ക് 6 മാസമായെന്ന്. ദൈവത്തിന്റെ ദൂതൻ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാളുകളായിട്ടുള്ള നിന്റെ പ്രാർത്ഥനയുടെ മറുപടികളെ ദൈവം പ്രസിദ്ധമാക്കും. ഹല്ലേലൂയ. മറച്ചു വയ്ക്കാൻ കഴിയാത്ത രീതി, ഇനി ആർക്കും ഒളിച്ചു വയ്ക്കാൻ കഴിയാത്ത രീതി ദൈവം ചിലത് പ്രസിദ്ധമാക്കാൻ പോക്കിയ യേശുവിന്റെ നാമത്തെ ഒളിച്ചും പാന്നും പോയ കാലഘട്ടത്തെ മാറ്റിയിട്ട് 6-ാം മാസത്തെ നിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ നിറവേറിയെന്ന് പരിശുദ്ധാത്മ മറമാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരും. അത് അനേകം പേർക്ക് വിശ്വാസത്തിനും ബലത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്ന ജനത്തെ ദൈവകാര്യങ്ങളിൽ തരുന്നു. കർത്താവേ, 6-ാം മാസത്തെ പ്രിയ ദൂതന്റെ വിസിറ്റിങ് മറിയയുടെ മേൽ വെളിപ്പെട്ടു. അതേ 6-ാം മാസത്തിൽ കർത്താവേ അപ്പൊ മറിയോട് പറഞ്ഞു, വാർദ്ധക്യത്തിലും ചാർച്ചക്കാരത്തി എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കും, മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. കർത്താവേ, ഈ 2 ദൂതനെയും കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ ഡിക്ലെയർ ചെയ്യുന്നു. കർത്താവേ, അപ്പൊ അങ്ങയുടെ വിസിറ്റിങ് കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ ഈ 6-ാം മാസത്തിൽ വെളിപ്പെടണ ചിലരോട് ചില ദൈവിക ശബ്ദങ്ങളെ കേൾപ്പിച്ച് ഉറപ്പിക്കുക. അതേ മറ്റ് ചിലരോട് കർത്താവേ അവരുടെ മേൽ വെളിപ്പെട്ട പ്രാർത്ഥനയുടെ മറുപടികൾ പ്രസിദ്ധമാക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ ദൂതന്റെ വിസിറ്റിങ്, ദൈവത്തിന്റെ ഇടപെടലുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ 6-ാം മാസത്തെ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, മറച്ചു വച്ചത് പുറത്തു വരുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ, മറച്ചു വച്ചത് പുറത്തു വരുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾ പരസ്യമായി പ്രസിദ്ധമായി തീരത്തക്ക രീതി ദൈവത്തിന്റെ പ്രവർത്തികൾ ഹല്ലേലൂയ അടയാളമായി പുറത്തു വരട്ടെ. കർത്താവേ, തന്റെ ജനത്തിന് അസാധാരണമായി ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഈ 6-ാം മാസം ചിലരുടെ നിന്ദകൾ മാറട്ടെ, അങ്ങോട്ട് കടാക്ഷം വെളിപ്പെടട്ടെ, ചില പേരുകൾ മാറട്ടെ, അസാധ്യങ്ങൾ സാധ്യമായി തീരട്ടെ. കർത്താവേ, സ്വർഗം വലിയ ചെയ്യുന്നതിനായ സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗ അത്ഭുതം ചെയ്യുന്നതിനായ സ്തോത്രം. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.